ഹായ്, ഗുഡ് മോർണിംഗ് ടു ഓൾ. എൻ്റെ പേര് തൻസീല. നമുക്ക് ഇന്നൊരു പുതിയ പാഠഭാഗം നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ടീച്ചർ ആദ്യം നിങ്ങളെ ഒരു വീഡിയോ കാണിച്ചു തരാം. വീഡിയോ നിങ്ങൾ ശ്രദ്ധിച്ച് കാണണം. അപ്പോൾ വീഡിയോ എല്ലാവരും കണ്ടല്ലോ അല്ലേ? എന്താ നിങ്ങൾ കണ്ടത്? അതെ, വ്യത്യസ്തങ്ങളായിട്ടുള്ള കൃഷിരീതികളാണ് അല്ലേ കണ്ടത്? എന്തൊക്കെ കൃഷിരീതികളാണ് നിങ്ങൾ കണ്ടത്? പൂക്കൃഷി ഉണ്ടായിരുന്നു, മത്സ്യകൃഷി, ക്യൂണിക്കൾച്ചർ, മഷ്റൂം കൾട്ടിവേഷൻ, സെറികൾച്ചർ, പിസികൾച്ചർ, അങ്ങനെ ധാരാളം കൃഷിരീതികളാണ് അല്ലേ? അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന പാഠഭാഗമാണ് റീപ്പിംഗ് ഡൈവേഴ്സിറ്റി അഥവാ വിളയിക്കാം വൈവിധ്യങ്ങൾ. അപ്പോൾ നമുക്ക് ഓരോ കൃഷിരീതിയെക്കുറിച്ചും ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. അപ്പോൾ നമ്മൾ അതിൽ ആദ്യം പഠിക്കാൻ പോകുന്നതാണ് ലൈഫ് സ്റ്റോക്ക് മാനേജ്മെൻറ്റ്. ലൈഫ് സ്റ്റോക്ക് മാനേജ്മെൻറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യാറ്റൽസിനെ മിൽക്കിനും മീറ്റിനും അഗ്രികൾച്ചറൽ പർപ്പസിനും വേണ്ടിയിട്ട് റിയർ ചെയ്യുന്നതിനെയാണ് നമ്മൾ ലൈഫ് സ്റ്റോക്ക് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. അതിൽ ഏതൊക്കെയായിരിക്കും വരുന്നത്? കൗവ്, ബഫല്ലോ, ഗോട്ടൊക്കെയാണ് വരുന്നത് അല്ലേ? അപ്പോൾ അതിൽ നമ്മൾ വളർത്തുന്ന ഇമ്പോർട്ടൻറ്റ് വെറൈറ്റീസ് ഏതൊക്കെയാണെന്ന് കൂടി നമുക്ക് നോക്കാം. അതിലാദ്യത്താണ് കൗ. കൗവിൽ നമ്മൾ വളർത്തുന്നതാണ് ജേഴ്സി, ഹോൾസ്റ്റീൻ ഫ്രീഷ്യൻ, വെച്ചൂരൊക്കെയാണ് ഇമ്പോർട്ടൻറ്റ് കൗ വെറൈറ്റീസ്. ഇനി അടുത്തതാണ് ബഫല്ലോ. ബഫല്ലോയിൽ വരുന്നതാണ് മുറ, നീലിവരി, ബദാവരിയൊക്കെയാണ് ഇമ്പോർട്ടൻറ്റ് ബഫല്ലോ വെറൈറ്റീസ്. അടുത്തതാണ് ഗോട്ട്. ഗോട്ട് വെറൈറ്റീസിൽ വരുന്നതാണ് തലശ്ശേരി, ജംനാപ്യാരി, ബോയറൊക്കെയാണ് ഇമ്പോർട്ടൻറ്റ് ഗോട്ട് വെറൈറ്റീസ്. അടുത്തതാണ് പോൾട്രി ഫാമിംഗ്. പോൾട്രി ഫാമിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ബേർഡ്സിനെ എഗ്ഗിനും മീറ്റിനും വേണ്ടിയിട്ട് റിയർ ചെയ്യുന്നതിനെയാണ് നമ്മൾ പോൾട്രി ഫാമിംഗ് എന്ന് പറയുന്നത്. ഏതൊക്കെയായിരിക്കും വളർത്തുന്നത്? അപ്പോൾ അതിൽ വരുന്നത് ചിക്കൻ, ഡക്ക്, ക്വില്ലൊക്കെയാണ് അല്ലേ വരുന്നത്. ഇമ്പോർട്ടൻറ്റ് ചിക്കൻ വെറൈറ്റീസ് ആണ് അതുല്യ, ഗ്രാമലക്ഷ്മി, വൈറ്റ് ലെഗോണൊക്കെ. ഓക്കെ, ഇനി അടുത്തതാണ് ഡക്ക്. ഡക്ക് വെറൈറ്റീസിൽ വരുന്നതാണ് മസ്കവി, ചാര, ചെമ്പല്ലിയൊക്കെയാണ് ഇമ്പോർട്ടൻറ്റ് ഡക്ക് വെറൈറ്റീസ്. ക്വിൽ വെറൈറ്റീസിൽ വരുന്നതാണ് ജാപ്പനീസ്, ബോബ് വൈറ്റ്. ഓക്കെ, ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന അടുത്തതാണ് സെറികൾച്ചർ. സെറികൾച്ചർ എന്ന് വെച്ച് കഴിഞ്ഞാൽ സിൽക്ക് വേമിനെ നാച്ചുറൽ സിൽക്ക് പ്രൊഡക്ഷന് വേണ്ടിയിട്ട് റിയർ ചെയ്യുന്നതിനെയാണ് നമ്മൾ സെറികൾച്ചർ എന്ന് പറയുന്നത്. അതിൽ സിൽക്ക് മോത്തിൻ്റെ ലാർവകളിലുള്ള സ്പെഷ്യൽ ഗ്ലാൻഡുകളാണ് സിൽക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. മൽബറി സിൽക്ക് വേം, ടസർ സിൽക്ക് വേം, മുഗ സിൽക്ക് വേം ഒക്കെയാണ് നമ്മൾ റിയർ ചെയ്യുന്ന മേജർ വെറൈറ്റീസ്. അതാണ് സെറികൾച്ചർ. ഓക്കെ, ക്ലിയർ അല്ലേ ഇതുവരെ? ഇനി നമുക്ക് അടുത്തത് പഠിക്കാം പിസികൾച്ചർ. പിസികൾച്ചർ എന്താണെന്ന് നിങ്ങൾക്ക് അറിയാമായിരിക്കും അല്ലേ? എന്താണ് പിസികൾച്ചർ? ശരിയാണ്. എന്താണ്? സയൻറ്റിഫിക് വേയിൽ നാച്ചുറൽ വാട്ടർ ബോഡീസിലോ പാഡി ഫീൽഡിലോ ആർട്ടിഫിഷ്യൽ ടാങ്കുകളിലോ ഫിഷസിനെ റിയർ ചെയ്യുന്നതിനെയാണ് നമ്മൾ പിസികൾച്ചർ എന്ന് പറയുന്നത്. അതിൽ ഫുഡിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതാണ് പേൾ സ്പോട്ട്, രോഹു, കട്ട്ലേക്ക്. അതല്ല, ഇനി ഓർണമെൻ്റൽ ഫിഷസ് ഉണ്ട്. അതിന് എക്സാമ്പിളാണ് ഗോൾഡ് ഫിഷ്, ഗപ്പിയൊക്കെ. വ്യാവസായിക അടിസ്ഥാനത്തിൽ വളർത്തുന്നതാണ് കാര, നാരൻ ചെമ്മീനൊക്കെ. ഓക്കെ, ഇനി അടുത്തതാണ് ഫ്ലോറിക്കൾച്ചർ. ഫ്ലോറിക്കൾച്ചർ എന്താണ്? അതായത് ഫ്ലവറിംഗ് പ്ലാന്റ്സിനെ കൊമേഴ്ഷ്യൽ ബേസിസിൽ കൾട്ടിവേറ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഫ്ലോറിക്കൾച്ചർ എന്ന് പറയുന്നത്. എന്തൊക്കെ ഫ്ലവറിംഗ് പ്ലാന്റ്സ് ആയിരിക്കും നമ്മൾ വളർത്തുന്നത്? ശരിയാണ്. ജാസ്മിൻ, മാരിഗോൾഡ്, ക്രൈസാന്തിമം, ഓർക്കിഡ്, ആന്തൂറിയം, സൺഫ്ലവർ അങ്ങനെയുള്ള ഫ്ലവറിംഗ് പ്ലാന്റ്സുകളാണ് കൊമേഴ്ഷ്യൽ ബേസിസിൽ നമ്മൾ കൾട്ടിവേറ്റ് ചെയ്യുന്നത്. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഫ്ലോറിക്കൾച്ചർ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്തതാണ് എപ്പിക്കൾച്ചർ.
എപ്പി കൾച്ചർ എന്ന് വെച്ച് കഴിഞ്ഞാൽ സയൻറ്റിഫിക് ബേസിൽ ഹണി ബീസിനെ റെയർ ചെയ്യുന്നതിനെയാണ് നമ്മൾ എപ്പി കൾച്ചർ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ എന്തിനു വേണ്ടിയിട്ടായിരിക്കും അവരെ വളർത്തുന്നത്? അതെ, ഹണിക്ക് വേണ്ടിയിട്ടായിരിക്കും അല്ലേ. ഹണി എന്ന് വെച്ച് കഴിഞ്ഞാൽ ധാരാളം മെഡിസിനൽ പ്രോപ്പർട്ടീസ് ഉള്ള ന്യൂട്രീഷണൽ വാല്യൂ ഉള്ള ഒരു പ്രൊഡക്റ്റാണ് ഹണി. അപ്പോൾ അതിൽ ഉപയോഗിക്കുന്ന ഇമ്പോർട്ടൻറ്റ് വെറൈറ്റീസാണ് കോളൻ, മെല്ലിഫറ, നൊഡിയനൊക്കെയാണ് ഇമ്പോർട്ടൻറ്റ് ബി വെറൈറ്റീസ്. അപ്പോൾ എന്താണ് എപ്പി കൾച്ചർ എന്ന് ക്ലിയർ ആയോ നിങ്ങൾക്ക്? ഇങ്ങനെയാണ് നമ്മൾ എപ്പി കൾച്ചറിൽ കൾട്ടിവേറ്റ് ചെയ്യുന്ന ബീസിനെ. അടുത്താണ് ക്യൂണിക്കൾച്ചർ. ക്യൂണിക്കൾച്ചർ എന്ന് വെച്ച് കഴിഞ്ഞാൽ സയൻറ്റിഫിക് ബേസിൽ റാബിറ്റിനെ റെയർ ചെയ്യുന്നതിനെയാണ് നമ്മൾ ക്യൂണിക്കൾച്ചർ എന്ന് പറയുന്നത്. അതിൽ ഫുഡിന് വേണ്ടിയിട്ട് റെയർ ചെയ്യുന്നതാണ് ഗ്രേ ജയൻറ്റ്, വൈറ്റ് ജയൻറ്റ് അങ്ങനെയുള്ളതൊക്കെ. ഇത് അൻകോറയാണ് ഈ ചിത്രത്തിൽ കാണുന്നത്. അത് നമ്മൾ ഫറിന് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. ഇതാണ് വൈറ്റ് ആൻഡ് ഗ്രേ ജയൻറ്റ്. ഫുഡിന് വേണ്ടിയിട്ടാണ് ഇവരെ നമ്മൾ റെയർ ചെയ്യുന്നത്. അടുത്താണ് മഷ്റൂം കൾട്ടിവേഷൻ. മഷ്റൂം കൾട്ടിവേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ സയൻറ്റിഫിക് വേയിൽ മഷ്റൂമിനെ ഗ്രോ ചെയ്യുന്നതിനെയാണ് നമ്മൾ മഷ്റൂം കൾട്ടിവേഷൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ മഷ്റൂം കൾച്ചർ എന്ന് പറയുന്നത്. മഷ്റൂം എന്ന് വെച്ച് കഴിഞ്ഞാൽ ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ളൊരു ഫുഡ് ഐറ്റമാണ്. ബട്ടൺ മഷ്റൂമും ഓയിസ്റ്റർ മഷ്റൂമുമാണ് കോമൺ ആയിട്ട് നമ്മൾ കൾട്ടിവേറ്റ് ചെയ്യുന്ന മഷ്റൂം വെറൈറ്റീസ്. ഇതിൽ ആദ്യം കാണുന്നതാണ് ബട്ടൺ മഷ്റൂം, രണ്ടാമത് കാണുന്നതാണ് ഓയിസ്റ്റർ മഷ്റൂം. അടുത്താണ് ഹോർട്ടിക്കൾച്ചർ. ഹോർട്ടിക്കൾച്ചർ എന്ന് വെച്ച് കഴിഞ്ഞാൽ സയൻറ്റിഫിക് വേസിൽ വെജിറ്റബിൾസും ഫ്രൂട്ട്സും കൾട്ടിവേറ്റ് ചെയ്യുന്നതാണ്. ഇൻഡിജിനസ് വെറൈറ്റീസ് കൂടാതെ ധാരാളം എക്സോട്ടിക് വെറൈറ്റീസും നമ്മളിപ്പോൾ നമ്മുടെ നാട്ടിൽ ധാരാളം കാണുന്നുണ്ട് അല്ലേ. എക്സാമ്പിളാണ് റംബൂട്ടാൻ, ലിച്ചിയൊക്കെ. ഇപ്പോൾ റംബൂട്ടാൻ്റെയൊക്കെ ഹൈബ്രിഡ് വെറൈറ്റീസ് കിട്ടുന്നുണ്ട്, ബഡ് വെറൈറ്റീസൊക്കെ. അപ്പോൾ അത് നമ്മുടെ നാട്ടിൽ സുഗമമായിട്ട് വളരുന്നുണ്ട്. ഇനി അടുത്തതാണ് മെഡിസിനൽ പ്ലാന്റ് കൾട്ടിവേഷൻ. മെഡിസിനൽ പ്ലാന്റ് കൾട്ടിവേഷനിൽ വരുമ്പോഴത്തേക്കും നമുക്കറിയാം ഭാരതീയ ചികിത്സാ രീതിയാണ് ആയുർവേദം അല്ലേ. അപ്പോൾ ആയുർവേദം കംപ്ലീറ്റ് ആയിട്ട് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് എന്തിനെയാണ്? മെഡിസിനൽ പ്ലാന്റിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണല്ലേ നിൽക്കുന്നത്. അപ്പോൾ ആയുർവേദത്തിൻ്റെ പ്രചാരണവും പോപ്പുലാരിറ്റിയും അതുപോലെ തന്നെ നാച്ചുറൽ എക്കോസിസ്റ്റത്തിൻ്റെ ഡിസ്ട്രക്ഷനൊക്കെ മെഡിസിനൽ പ്ലാന്റ് കൾട്ടിവേഷന് ഇമ്പോർട്ടൻസ് കൂടുതലായിട്ട് കൊടുക്കുന്നുണ്ട്. ഏതൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മെഡിസിനൽ പ്ലാന്റ് നിങ്ങൾക്ക് അറിയാമോ? അറിയാമെന്നൊക്കെ പറഞ്ഞേ. അതെ, ബേസിൽ, അലോ, നീം, സിഡ അതൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മെഡിസിനൽ പ്ലാന്റ്സ്. അപ്പോൾ നിങ്ങൾക്ക് എന്തൊക്കെയാണ് ഡിഫറെൻറ്റ് കൾട്ടിവേഷൻ എന്നൊക്കെ മനസ്സിലായോ? ക്ലിയർ ആയോ? അപ്പോൾ താങ്ക് യു.